ആകാശത്തോട് വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും ഓടിച്ചെന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് അത്രയ്ക്കും വളരെ ഡ്രീം കം ട്രൂ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. വളരെയധികം എക്സൈറ്റ്മെൻറ്റ് കൂടുതലുള്ളൊരു യാത്രയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം ആഗ്രഹിച്ചതും എന്നാൽ പെട്ടെന്ന് നമുക്കൊരു യാത്ര തരപ്പെട്ടതുമായിട്ടുള്ളൊരു യാത്രയാണിത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡിലേക്കായിരുന്നു. നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നടന്നത് ഈ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തെങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത്. ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് ശരിയാക്കി തന്നത് അക്ബർ ട്രാവൽസ് ആണ്. അപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു ആദ്യം പിക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു. ഒരുപാട് കാണാനുണ്ടായിരുന്നു. നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും കാണാൻ പറ്റും. അവിടെ നിന്ന് അവരുടെ ഡെലിക്കസീസൊക്കെ ട്രൈ ചെയ്യാനും ഒരുപാട് ഷോപ്പുകളുണ്ട്, പല പല ഷോപ്പുകളുണ്ട്. അവിടെ നിന്നൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. നമ്മളവിടെ എൻ്റർ ചെയ്യുമ്പോഴേ നമ്മുടെ ഫോട്ടോ എടുത്ത് അതിനൊക്കെ ആൾക്കാർ കാണും കേട്ടോ. അപ്പോൾ അവർ ആ ഫോട്ടോ നമ്മൾ അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കത് ഫ്രെയിം ചെയ്തിട്ട് തരും. ഒരു 100 ബാത്തിൻ്റെ അടുത്താണ് അവരതിന് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ടൈഗർ പാർക്കിലേക്കാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ടൈഗേഴ്സിനെ കാണാനായിട്ട് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റും. അവിടെ പല സൈസുള്ള ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ചെറിയ ടൈഗേഴ്സിൻ്റെ അടുത്ത് മാത്രമേ അലോ ചെയ്യുള്ളൂ, കുഞ്ഞുകുട്ടികളുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും അതിലാണ് കയറിയത്. പിന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈഗറിനെ നേരിട്ട് കാണാനായിട്ട് അവരൊരു വണ്ടിയിൽ നമ്മളെ ടൈഗറിൻ്റെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് ടൈഗേഴ്സ് നമ്മുടെ ചുറ്റിനും നടന്ന് നമുക്ക് അങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ ടൈഗേഴ്സിനെ അടുത്ത് കാണാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ ടൈഗർ പാർക്കിൽ നേരെ പോയത് ഞങ്ങൾ ബുദ്ധ ടെമ്പിളിലേക്കാണ്. അത്യാവശ്യം ഉയരത്തിലേക്കുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. ഈ പടികളെല്ലാം കയറി ചെന്ന് മുകളിലേക്ക് എത്തണം. പക്ഷേ ആ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ച നേരമായിരുന്നു, നല്ല പൊള്ളൽ. നമുക്ക് ആ ടെമ്പിളിലേക്ക് ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നല്ല ഹൈറ്റിലുള്ളൊരു ബുദ്ധ ടെമ്പിളാണിത്. പിന്നെ ഇവിടെ ഉള്ളതിൽ എല്ലാം അവരുടെ തായ് ഭാഷയിൽ എഴുതി വെച്ചാൽ നമുക്കൊന്നും വായിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ടെമ്പിളിൻ്റെ തൊട്ട് പുറകിലായിട്ട് നല്ല ഭംഗിയിലുള്ളൊരു വ്യൂ ആണ്. കടലിൻ്റെയും ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. ഈ തായ്ലൻഡിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ രാജാവിൻ്റെ രാജ്ഞിയുടെയൊക്കെ ഫോട്ടോസും പ്രതിമകളെല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ടാകും. അവരവിടെയൊക്കെ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന പട്ടായ സിറ്റിയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഈ വ്യൂ പോയിൻറ്റും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ഡേ 1 ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.